മക്കളെ, വെൽക്കം ടു ഐസുബി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ 3 L's ഓഫ് എംപവർമെൻ്റ് ആണ് എടുക്കാൻ പോകുന്നത്. ബട്ട് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ക്ലാസ്, ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ ഓർ ഹാവൻ യെറ്റ് സബ്സ്ക്രൈബ്ഡ് ഇറ്റ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഞാനിടുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. All right, so let's begin the 3 L's of Empowerment by Christine Lagarde. ആദ്യം തന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും അത് ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് ഒരു പെൻസിലെടുത്ത് അർത്ഥമൊക്കെ പറയുമ്പോൾ അത് എഴുതി വെച്ച് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതല്ലാത്ത സാഹചര്യങ്ങളിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് പരമാവധി ക്ലാസ് കേൾക്കുമ്പോൾ ടെക്സ്റ്റ് തുറന്നു വെച്ചത് കണ്ടുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? 4 ലേഡി ഫിഗേഴ്സ്, ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള 4 ലേഡി ഫിഗേഴ്സാണ്. ഒന്ന് സ്മിത പാട്ടീൽ, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോ ആണ്, ദ ഫേസ് ഓഫ് ന്യൂ ഇന്ത്യൻ സിനിമ. ദെൻ ഹെലൻ ബോർഡൻ, BBC ന്യൂസ്. BBC ന്യൂസ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, അതിൻ്റെ ഡയറക്ടറാണ്. ദെൻ മൂന്നാമത്തെ ആരാണ്? മേരി കോം. ഒരമ്മയായതിനു ശേഷമാണ് മേരി കോം ബോക്സിങ്ങിലൂടെ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്, ഒളിമ്പിക് മെഡൽ നേടുന്നത്. നാലാമത് ആരാണ്? JK റൗളിംഗ്. നിങ്ങൾക്ക് ഹാരി പോട്ടർ എന്ന പുസ്തകം അറിയായിരിക്കും അല്ലേ? പുസ്തകം വായിച്ചില്ലെങ്കിലും സിനിമ കണ്ടവരുണ്ടാകും. സോ ഈ 4 പിക്ചറിലൂടെയും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? യെസ്, ഐ നോ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാകും. ഈ പിക്ചറിലൂടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇവരെല്ലാവരും ഒരൊറ്റ പ്ലേസിൽ നിന്ന് വന്നവരല്ല. ഇവരൊക്കെ ലോകത്തിൻ്റെ പല വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. അതുപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇവരെല്ലാവരും വ്യത്യസ്ത മേഖലയിലുള്ളവരാണ്. ആദ്യത്തെ ആൾ സിനിമയാണ്, രണ്ടാമത്തെ ആൾ ജേർണലിസ്റ്റാണ്, മൂന്നാമത്തെ ആൾ സ്പോർട്സാണ്, നാലാമത്തേത് ലിറ്ററേച്ചറാണ്, സാഹിത്യം. അതായത് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ ഏത് മേഖലയിൽ നോക്കിയാലും സ്ത്രീകളുടെ ഒരു പ്രതിനിധി ഉണ്ടാകും. ഓക്കെ, എല്ലാ സ്ത്രീകളും കേപ്പബിളാണ്. കുടുംബവും കുട്ടികളും ഉണ്ട്, പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടലല്ല. നമ്മൾ സമൂഹത്തിൻ്റെ പുറത്തേക്ക് വരണം, നമ്മുടെ കഴിവുകൾ മുന്നിലേക്ക് കൊണ്ടുവരണം. അതുപോലെ അതിനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. മാത്രമല്ല, ആസ് എ വുമൻ ഒരു സ്ത്രീ അതിന് ഇറങ്ങി പുറപ്പെടണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ തീം, അതായത് ഫസ്റ്റ് യൂണിറ്റിൻ്റെ തീം പറഞ്ഞിരുന്നു. വിമൻ എംപവർമെൻ്റ് ആണ്, സ്ത്രീ ശാക്തീകരണം. അപ്പോൾ സ്ത്രീകൾക്ക് അതിനുള്ള കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഊർജം നൽകുന്ന ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ മുഴുവനുള്ളത്. ഈ ചാപ്റ്ററിലും അത് തന്നെയാണ്. ദിസ് ഈസ് എ സ്പീച്ച്. ഓക്കെ, ക്രിസ്റ്റീൻ ലഗാർഡ് എന്ന ഒരു ഫേമസ് ലേഡി, അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. അവർ നടത്തിയ ഒരു സ്പീച്ചാണ്. ആ സ്പീച്ച് നമ്മൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. +2 പിള്ളേർക്ക് പഠിക്കാൻ മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പീച്ച് നടത്തിയ വ്യക്തി ആരാണത്? എന്നാൽ പിന്നെ അവരെക്കുറിച്ചൊന്നും അറിയണമല്ലോ അല്ലേ? ലെറ്റ്സ് ലേൺ അബൌട്ട് ദ ഓതർ ക്രിസ്റ്റീൻ ലഗാർഡി. ഷി വാസ് ബോൺ ഇൻ പാരീസിലാണ് അവർ ജനിക്കുന്നത്. ഓക്കെ, 1 ജനുവരി 1956, 1956 ജനുവരി 1 തീയതി. ഓർക്കാൻ എളുപ്പമുണ്ട് അല്ലേ? ജനുവരി 1 തീയതിയാണ് ജനിക്കുന്നത്. ഷീ ഈസ് ദ ഫസ്റ്റ് വുമൻ ടു ബിക്കം ദ ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് G8 എക്കോണമി ആൻഡ് ടു ഹെഡ് ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF. ആള് ചില്ലറക്കാരിയല്ല. അവർ ആദ്യത്തെ ദ ഫസ്റ്റ് വുമൻ ടു ബിക്കം ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് G8 എക്കോണമി. എന്താ മക്കളെ G8 എക്കോണമി? G8 എക്കോണമി മീൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് 8 കൺട്രീസാണ്. 8 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടായ്മ. ഏതൊക്കെയാണ് ഈ 8 രാജ്യങ്ങൾ എന്നറിയാമോ? കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US ആൻഡ് റഷ്യ. ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു ഓർഗനൈസേഷൻ. അവരെന്തിനാണ് കൂടിച്ചേരുന്നതെന്ന് അറിയാമോ? ദ ഫോക്കസ് ഓൺ ദ ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയ്ക്കും അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത് ഒന്നിച്ചു കൂടി ഇതൊക്കെ ചെയ്യുന്നത്? ടു ദ ഗ്ലോബൽ സെക്യൂരിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതായത് നമ്മുടെ ഗ്ലോബൽ സെക്യൂരിറ്റിയാണ്, മുഴുവൻ ജനതകളുടെയും സെക്യൂരിറ്റി. എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വന്നു എന്ന് ഉറപ്പുവരുത്താൻ അവരവരുടെ കൺട്രീസിൽ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കുന്നുണ്ട് അവർ. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുമൊക്കെ ഒരു ഗ്രൂപ്പായിട്ട്, അതായത് ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി അവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യണം. അവരുടെ നാട്ടിലുള്ള ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടും ഗ്ലോബൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും എക്കണോമിക് ഗ്രോത്ത് അല്ലേ, എല്ലാത്തിനും വേണ്ടിയിട്ട് ഇവർ പൊതുവായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അതാണ് G8 എക്കോണമി. അതിലെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ്.
ഓക്കെ. ആൻഡ് ടു ഹെഡ് ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിനെയും ഹെഡ് ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ്. ഷി കോൾസ് ഫോർ ഓപ്പണിംഗ് ദ ഡോർസ് ടു വിമൻസ് ലേണിംഗ് ലേബർ ആൻഡ് ലീഡർഷിപ്പ് ഇൻ ദ ഇക്കണോമിക് ഫീൽഡ്. ഇൻ ദ ഇക്കണോമിക് ഫീൽഡ്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഏത് മേഖലയിലേക്കാണ് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് ഈ ഒരു സ്പീച്ചിൽ ഇവർ പറയുന്നത്? ഇക്കണോമിക് ഫീൽഡ്, സാമ്പത്തിക മേഖലയിലാണ് സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടത്. എല്ലാ മേഖലയിലും സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ലിറ്ററേച്ചർ ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഒക്കെ നമ്മളിപ്പോൾ ഉദാഹരണം മേലെ കണ്ടു. ബട്ട് സാമ്പത്തിക മേഖലയിൽ കൂടി സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടതുണ്ട്, ചരിത്രം കുറിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇക്കണോമിക് ഫീൽഡ് എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു സ്പീച്ചിൽ ക്രിസ്റ്റീൻ ലഗാർഡ് സ്ത്രീകൾ എക്കണോമിക് ഫീൽഡിലാണ് മുന്നോട്ട് വരേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് 3 വഴികളാണുള്ളത്. 3 വഴികൾ മീൻസ് 3 വാതിലുകളാണ് ആ ഒരു മേഖലയിലേക്ക് പുറത്തേക്ക് വരാനായിട്ട് സ്ത്രീകൾക്കുള്ളത്. ഏതാണ് ആ 3 വാതിലുകൾ? അത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. സമൂഹം സ്ത്രീകൾക്ക് ഈ 3 വാതിലും ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഏതൊക്കെയാണ്? ലേണിംഗ് മീൻസ് വിദ്യാഭ്യാസം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണം. ആൻഡ് ലേബർ, രണ്ടാമത്തേത് ഏതാണ്? ലേബർ, തൊഴിലവസരം കൊടുക്കണം. മൂന്നാമത് ലീഡർഷിപ്പ്, നേതൃസ്ഥാനം, അതായത് ഒരു കാര്യം നേതൃത്വം വഹിക്കാനുള്ള ഒരു അവസരം സ്ത്രീക്ക് കൊടുക്കണം. ഈ 3 ഡോഴ്സും സ്ത്രീക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്താലാണ് സാമ്പത്തിക മേഖലയിൽ കൂടി സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ പറ്റൂ എന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. ദിസ് സ്പീച്ച് വാസ് ഡെലിവേർഡ് അറ്റ് ദ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, വാഷിംഗ്ടൺ DC ഓൺ 19th May 2014. 2014, ഓർക്കുക, 2014 മെയ് 19 വാഷിംഗ്ടൺ DC നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പീച്ച് അവർ ഡെലിവർ ചെയ്തത്. ഇവിടെ വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്ന തീമിൽ ഒരു സ്പീച്ചാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് എന്ന് ആദ്യം ഓർമ്മ വേണം. കാരണം സ്പീച്ച് എന്ന് പറയുന്നൊരു ചോദ്യം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് പ്രതീക്ഷിക്കാം. അതായത് ഒരു സ്പീച്ച് എഴുതാനുള്ള ഫോർമാറ്റ് നിങ്ങൾ ആദ്യം പഠിക്കണം. ഈ സ്പീച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കോണ്ടൻറ്റ് ഉണ്ട് പഠിക്കാൻ എന്നുള്ളതിന് അപ്പുറം ക്രിസ്റ്റീൻ ലഗാർഡ് എങ്ങനെയാണ് ഈ സ്പീച്ച് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, തുടക്കം എങ്ങനെയാണ്, കോണ്ടൻറ്റ് എങ്ങനെയാണ്, അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു ഫോർമാറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. Now let's begin the chapter, The 3 L's of Empowerment by Christine Lagarde. Good afternoon. It is great to be among friends and kindred spirits. ഇവിടെ നിങ്ങൾ സ്ട്രക്ചർ ശ്രദ്ധിച്ചോ? ഈ സ്പീച്ച് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ഇൻട്രൊഡക്ടറി പാർട്ടോട് കൂടിയാണ് അല്ലേ? ആദ്യം തന്നെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാണ്. അവർ വിഷ് ചെയ്യുന്നു, അതിനുശേഷം ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒരു സ്പീച്ചിനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ മീനിങ് നോക്കാം. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കൈൻഡ്രഡ് സ്പിരിറ്റ്സ്. ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാണ്. നിങ്ങളുടെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഐ എം ഫീലിംഗ് സോ ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് അല്ലേ, എൻ്റെ സുഹൃത്തുക്കളുടെയും. അതുപോലെ കൈൻഡ്രഡ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപ്പർ കണക്ഷനുള്ള, ഒരേ ചിന്താഗതിയും ഒരേ ആഗ്രഹങ്ങളും ഒരേ താല്പര്യങ്ങളും ഒരേ മൂല്യങ്ങളും കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നിൽക്കാൻ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. സോ ഷീ ഈസ് എക്സ്പ്രസിങ് എ ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ബിലോങ്ങിങ് ദാറ്റ് കംസ് ഫ്രം ബീയിങ് സറൗണ്ടഡ് ബൈ പീപ്പിൾ ഹു ഷെയർ സിമിലർ വാല്യൂസ്, ഇൻട്രസ്റ്റ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. ഒരേ ചിന്താഗതിയും ഫ്രണ്ട്ഷിപ്പൊക്കെയുള്ള സുഹൃത്തുക്കളുടെയും ആൾക്കാരുടെയും ഇടയിൽ നിൽക്കാൻ ഐ എം ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ എന്ന് പറയുകയാണ്. The 21st century poses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world. So, ഇവിടെ കോണ്ടൻറ്റ്, ബോഡി ഓഫ് ദ സ്പീച്ച് അടുത്ത സെഷനാണ്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. രണ്ടാമത് സ്പീച്ചിൻ്റെ ബോഡിയാണ് അല്ലെങ്കിൽ കോണ്ടൻറ്റ്. ദ 21st century poses many challenges. 21ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ തരുന്ന ഒരു സമയമാണ്. ദാറ്റ് റിക്വയർ ന്യൂ വേസ് ഓഫ് തിങ്കിങ്. ഈ വെല്ലുവിളികളെയൊക്കെ നേരിടാൻ നമുക്ക് പുതിയ ചിന്താഗതികൾ വേണമെന്നാണ് പറയുന്നത്. നൺ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഇക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. റാപ്പിഡ്ലി മീൻസ് എന്താണ്? പെട്ടെന്ന്. റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്, ഈ ലോകം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. സോ ഇവിടെ ഈ 21ാം നൂറ്റാണ്ടിൽ വരുന്ന വെല്ലുവിളികളെയൊക്കെ നേരിടാൻ നമുക്ക് പുതിയ ചിന്തകൾ വേണം. ആ ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നൺ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഇക്കണോമിക് റോൾ ഓഫ് വിമൻ. സാമ്പത്തിക മേഖലയിൽ സ്ത്രീകളുടെ റോൾ എന്താണ്, ആ സ്ത്രീകൾക്കുള്ള റോൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഈ 21st സെഞ്ച്വറിയിൽ വരുന്ന ഓരോ ചാലഞ്ചസ് നേരിടാനായിട്ട് നമ്മൾക്ക് പുതിയ ചിന്ത വേണം. ആ ചിന്ത എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് ഫീൽഡിൽ, സാമ്പത്തിക മേഖലയിൽ സ്ത്രീകൾ കൂടുതൽ മുന്നോട്ട് വരണം. അതിനുള്ള വഴികൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. ബട്ട് വിമൻ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ. പക്ഷേ ഇന്നത്തെ സ്ത്രീകൾക്ക് അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ, അതായത് യഥാർത്ഥ കഴിവ് പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ സമൂഹത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് സംഭാവന നൽകാം, കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അതിനെ അവർ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
ഓക്കെ, പല കാരണങ്ങൾ കൊണ്ട്. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും അല്ലേ, നമ്മുടെ പരസ്യത്തിൽ പറയുന്ന പോലെ. ഇൻ സം കൺട്രീസ് ദ പെർ ക്യാപിറ്റ ഇൻകം ലാഗ് സിഗ്നിഫിക്കൻ്റ്ലി ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ള വാക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഇക്കണോമിക് ടേമാണ്. അതിൻ്റെ അർത്ഥം ആവറേജ് ഇൻകം എന്നാണ്. അതായത് ഒരു ആവറേജ് വരുമാനം. അതായത് ഒരു വർഷത്തിൽ ഒരു പ്രത്യേക നാട്ടിൽ, അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു രാജ്യമോ ആവട്ടെ, ആ രാജ്യത്തിലുള്ള ഒരാൾ, അതായത് ഓരോ വ്യക്തിയും ഒരു മുഴുവൻ വർഷത്തിൽ എത്ര വരുമാനം കണ്ടെത്തി എന്നുള്ളതാണ് പെർ ക്യാപിറ്റ ഇൻകം. പെർ എന്ന് പറയുമ്പോൾ എന്താണ്, പെർ ഹെഡ് അല്ലെങ്കിൽ പെർ പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് ഒരാൾ ഒരു വർഷത്തിൽ എത്ര വരുമാനം മൊത്തത്തിൽ കൊണ്ടുവന്നു. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പം ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദി ഏരിയ ബൈ ദ ടോട്ടൽ പോപ്പുലേഷൻ. അതായത് അത് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകം ഓഫ് ആൻ ഏരിയ, ഒരു ഏരിയയിലെ ടോട്ടൽ ഇൻകം, ടോട്ടൽ വരുമാനം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, ആ നാട്ടിലുള്ള ജനസംഖ്യ. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇത്രയാണ്. ഒരു നാട്ടിലേക്കുള്ള ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഒരു വർഷം അധ്വാനിച്ചിട്ടുള്ള വരുമാനത്തിൻ്റെ ഭാഗമാണ്. അപ്പം അത് മുഴുവനായിട്ട് പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനങ്ങളുമാണെന്ന് പറഞ്ഞത്, അല്ലാണ്ട് പുരുഷന്മാരെന്ന് മാത്രമല്ല. അപ്പോൾ സ്ത്രീകൾ പല നാട്ടിലും വിദ്യാഭ്യാസമില്ലാതെയും ജോലി ചെയ്യാതെയും ഇരിക്കുകയാണ്, അവർ വീട്ടിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തിൻ്റെയും പെർ ക്യാപിറ്റ ഇൻകത്തിനെ ഇത് ബാധിക്കുന്നില്ലേ? പെർ ക്യാപിറ്റ ഇൻകം കൂടണമെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ജോലിക്ക് പോയി വരുമാനം കണ്ടെത്തണം. പക്ഷേ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമോ ജോലിയോ ചില സ്ഥലങ്ങളിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള പെർ ക്യാപിറ്റ ഇൻകത്തിനെ, മൊത്തം വരുമാനത്തെ ഇത് ബാധിക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്, മനസ്സിലായോ? They represent half of the world's population but contribute far less than 50% of economic activity. They represent എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഈ ലോകത്ത് തന്നെ ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ ഉണ്ട്. അതായത് ഈ ലോകത്തിൻ്റെ തന്നെ പകുതി പോപ്പുലേഷൻ സ്ത്രീകളാണ്. പക്ഷേ അതിൽ തന്നെ പകുതി പേർക്ക് പോലും അവരുടെ സ്വന്തം നാടിന് വേണ്ടിയിട്ട് ഒരു വരുമാനം കണ്ടെത്താൻ കഴിയുന്നില്ല, സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടോ വരുമാനം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം 50% എന്ന് പറഞ്ഞത് ആ സ്ത്രീകൾ വീട്ടിലിരിക്കുകയാണ്, ജോലി ചെയ്യാത്തവരാണ്. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment: learning, labor, leadership. ആ ഒരു വേർഡ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇവിടെ ഈ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു നാടിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം, മൊത്തം വരുമാനത്തെയൊക്കെ ബാധിക്കുന്നതിൻ്റെ കാരണം പകുതിയോളം സ്ത്രീകൾ ലോകത്ത് ജോലി ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് ചെയ്യാത്തതിൻ്റെ കാരണം ചിലത് സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ്, ചിലത് അതിനുള്ള അവസരം കിട്ടാത്തത് കൊണ്ടാണ്, വിദ്യാഭ്യാസമോ ജോലിയോ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതിനൊക്കെയും ഒരു മാറ്റം വരണമെങ്കിൽ, ഈ ഒരു പിക്ചർ, ഈ ഒരു ചിത്രം, സ്ത്രീകളെക്കുറിച്ചുള്ള ഈ ഒരു മൊത്തത്തിലുള്ള ചിത്രം മാറണമെങ്കിൽ എന്ത് വേണം? ടു ഓപ്പൺ ദി ഡോർ, വാതിൽ തുറന്നു കൊടുക്കണം. എന്തിൻ്റെ വാതിലാണ് മക്കളെ? ടു ഓപ്പൺ ദി ഡോർ ഓഫ് ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി മീൻസ് അവസരത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണം സ്ത്രീകൾക്ക്. വിത്ത് വാട്ട് ഐ കോൾ ദ 3 L's ഓഫ് വിമൻസ് എംപവർമെൻറ്റ്. സ്ത്രീകൾക്ക് ശാക്തീകരണം നൽകണമെങ്കിൽ അവർക്ക് 3 വാതിലുകൾ തുറന്നു കൊടുക്കണം. അത് 3 L വെച്ചിട്ടുള്ള വാക്കുകളാണ്: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ലേണിംഗ് മീൻസ് വിദ്യാഭ്യാസം, ലേബർ തൊഴിൽ, ലീഡർഷിപ്പ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. അപ്പോൾ ഇനി ക്രിസ്റ്റീൻ ലഗാർഡ് 3 Lകളെയും വേറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യം അബൌട്ട് ലേണിംഗ്. ലേണിങ്ങിനെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഇസ് ബിൽഡ്. അതായത് എഡ്യൂക്കേഷനാണ് ഏതൊരു കാര്യത്തിൻ്റെയും ഫൗണ്ടേഷൻ, അടിത്തറ എന്നാണ് പറയുന്നത്. നമ്മളൊരു വീടാണെങ്കിലും വലിയ 10, 12 അല്ലെങ്കിൽ 50 നിലയുള്ള ബിൽഡിംഗ് ആണെങ്കിലും അത് ബിൽഡ് ചെയ്ത് നടക്കുന്നതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അടിയിലാണ്, അതിൻ്റെ ഫൗണ്ടേഷനാണ്. സോ ഏതൊരു കാര്യത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ്റെ മേലെ ആ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമുക്ക് ഏതൊരു ചേഞ്ചസും അല്ലെങ്കിൽ എന്ത് വേണേലും ബിൽഡ് ചെയ്ത് കെട്ടിപ്പോക്കാം. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ലേണിംഗ് സ്ത്രീകളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്പ് ദംസെൽസ്, അവർക്ക് സ്വയം അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിൽ നിന്നും പുറത്താക്കുക അല്ലെങ്കിൽ അവഗണിക്കുക. അതിൻ്റെ ഷാക്കിൾസിൽ നിന്നും, അതിൻ്റെ വിലക്കിൽ നിന്നും അവർക്ക് ബ്രേക്ക് ചെയ്ത് പൊട്ടിച്ചെറിയാൻ, അതിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ അവർക്ക് സാധിക്കും. അതായത് എല്ലാ കാര്യത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അതിൽ നിന്നും, ആ ഒരു ചങ്ങലയിൽ നിന്നും അവർക്ക് പൊട്ടിച്ചെറിഞ്ഞ് അവരെ സ്വയം ഹെൽപ്പ് ചെയ്യാൻ എഡ്യൂക്കേഷൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. നോ വെയർ ഈസ് ദിസ് മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം എവിടെയാണ്? ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്.
ഇപ്പോൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്താണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട അവസരം വന്നിരിക്കുന്നത്. ദർ ഇസ് എൻ ആഫ്രിക്കൻ അഡേജ് മീൻസ് പ്രോവേർബ്, ഒരു പഴഞ്ചൊല്ല് എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലുണ്ട്. ദാറ്റ് ഗോസ്, അതിങ്ങനെയാണ്: ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ. നിങ്ങളൊരു ആൺകുട്ടിയെയാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ യു ട്രെയിൻ എ മാൻ, നിങ്ങളൊരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ യു ട്രെയിൻ എ വില്ലേജ്, അത് നിങ്ങളൊരു ഗ്രാമത്തിന് മുഴുവൻ എഡ്യൂക്കേഷൻ കൊടുത്തതുപോലെയാണ്. സോ അത്രയും പ്രാധാന്യം അല്ലെങ്കിൽ അത്രയും ഉപകാരം ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താലുണ്ട്. ഈ ഒരു ആഫ്രിക്കൻ അഡേജ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. 2-3 തവണ വായിച്ച് ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ഒരു എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സ്ത്രീകളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എംപവർമെൻറ്റിന് എങ്ങനെ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ആഫ്രിക്കൻ അഡേജ് ആദ്യം എഴുതിക്കൊണ്ട് ആ എസ്സേ തുടങ്ങുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ എഡ്യൂക്കേഷൻ. എങ്ങനെയാണ് ലേണിംഗ് സ്ത്രീകളെ സഹായിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, വിമൻ എംപവർമെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ, ലേണിംഗ് ആണെങ്കിൽ, അടുത്തത് ലേബർ ആണ്. ലേബർ ഈസ് ദ സെക്കൻഡ്. ഓക്കെ, ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി, തൊഴിൽ അല്ലേ. അപ്പോൾ ആദ്യം വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമുക്ക് ജോലി കിട്ടുക അല്ലേ, അങ്ങനെ ഓർത്താൽ മതി. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ. ലേബർ അല്ലെങ്കിൽ തൊഴിൽ അതെങ്ങനെയാണ് അവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? ദേ ഹെൽപ്പ് ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ. സ്വന്തം കഴിവിനെ നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ഫ്ലറിഷ് ചെയ്യാൻ, ഒന്നുകൂടെ ഒന്ന് വിപുലീകരിക്കാനും, ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടിയെടുക്കാനും തൊഴിൽ അവരെ സഹായിക്കും. ഓക്കെ, but at present when women participate in the workforce, they too often tend to get stuck in low paying, low status and low security jobs. അതായത് സ്ത്രീകൾ എങ്ങാനും ഇനി ഒരു ജോലിക്ക് ഇറങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ വർക്ക് ഫോഴ്സിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത്, അവർ ജോലി ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ലോ പേ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? സാലറി അല്ലേ, അതായത് കുറഞ്ഞ സാലറി. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് സ്ത്രീകൾക്ക് കുറഞ്ഞ ശമ്പളവും പുരുഷന്മാർക്ക് കൂടുതൽ ശമ്പളവും. ഓക്കെ, ആ ലോ പേയിങ്. അതുപോലെ ലോ സ്റ്റേറ്റസ്, സ്ത്രീകൾക്ക് എപ്പോഴും സ്റ്റേറ്റസ് കുറഞ്ഞ ജോലി കൊടുക്കുക. ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്, അതായത് വളരെ സെക്യൂരിറ്റി ഇല്ലാത്ത, ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത തരത്തിലുള്ള ജോലിയാണ് സ്ത്രീകൾക്ക് കിട്ടുന്നതും കൊടുക്കുന്നതും. ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ, even with the same level of education and the same occupation. ഗ്ലോബലി മീൻസ് ലോകമെമ്പാടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ലോകത്ത് എവിടെയും വിമൻ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഒക്യുപ്പേഷൻ. ഒരേ ജോലി ചെയ്യുന്നു, ഒരേ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, പക്ഷേ എങ്കിൽ പോലും വിമൻ പുരുഷന്മാരെക്കാൾ കുറവ് ശമ്പളമാണ് വാങ്ങുന്നതും കുറവാണ് സമ്പാദിക്കുന്നതും. അതായത് ഒരു വലിയ ഓഹരി പുരുഷന്മാർക്കാണ് നേടാൻ കഴിയുന്നത്, സ്ത്രീകൾക്ക് വളരെ കുറവാണ് സാമ്പത്തികമായി സമ്പാദിക്കാൻ കഴിയുന്നത്. ഷുവർലി വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോംസ് ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യ ജോലിക്ക് തുല്യ ശമ്പളം അല്ലെങ്കിൽ തുല്യ ജോലിക്ക് തുല്യ വേതനം, ഇതായിരിക്കണം നമ്മുടെ ബേസിക് ആയിട്ടുള്ള നോം തീർച്ചയായിട്ടും. കാരണം ഒരേ വിദ്യാഭ്യാസവും ഒരേ ടൈപ്പ് ജോലി, ഒരേ അധ്വാനമുള്ള ജോലിയുമാണ് സ്ത്രീയും പുരുഷനും ചെയ്യുന്നതെങ്കിൽ ഒരേ ശമ്പളവും അവർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അവകാശമായിട്ട് ഇത് മാറണം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഇതും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഈ ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇതിനെക്കുറിച്ച് ഇലാബറേറ്റ് എഴുതാൻ പറയും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട്, ഇന്നത്തെ സാഹചര്യവുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലേ, അതിനെയൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അത് സർക്കാരിൻ്റെ പദ്ധതിയാണ്. അതിൽ എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തുല്യ വേതനമാണ് അല്ലേ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുമെന്ന് വിചാരിക്കുന്നു. ഓരോ ദിവസവും അവർ ജോലിക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ഥലം അളന്നു കൊടുക്കും. കറക്റ്റ് അളവ്, എല്ലാവർക്കും ഒരേ അളവിലുള്ള സ്ഥലം ജോലി ചെയ്യുക, ഒരേ സമയം, അതുപോലെ ഒരേ ശമ്പളം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ആൻസർ എഴുതാൻ പറ്റും. അതുപോലെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു എസ്സേ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പണ്ടത്തെ നവോത്ഥാന നായകന്മാരെക്കുറിച്ച്, അതായത് വൈകുണ്ഠ സ്വാമികൾ, അദ്ദേഹം വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ള മുദ്രാവാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ പല ചരിത്രങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഇങ്ങനെയുള്ള എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കണക്ട് ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്ക് എസ്സേക്കൊക്കെ കൂടുതൽ മാർക്ക് കിട്ടുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ PDF നോട്ടിലുണ്ടാകും. നെക്സ്റ്റ്, റീസെൻറ്റ് റിസർച്ച് ഷോ ദാറ്റ് എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ ക്യാൻ ബ്രിങ് ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. സോ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു പോംവഴി എന്താണെന്നൊക്കെ ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഇതാണ്. റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ചസ്, പഠനങ്ങൾ പറയുന്നു, എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്പ്,
സ്ത്രീയും പുരുഷൻ എന്ന് പറയുന്ന ഈ ജെൻഡറിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പ് അത് ഇല്ലാതാക്കിയാൽ തന്നെ നമ്മുടെ നാട്ടിലെ പകുതി മുക്കാൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി എന്നാണ്. അതായത് എക്കണോമിക് പാർട്ടിസിപ്പേഷന്, സാമ്പത്തിക മേഖലയിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ അതിനുള്ള ഏക പോംവഴി ഇതാണ്, എലിമിനേറ്റിംഗ് ദ ജെൻഡർ ഗ്യാപ്പ്. ജെൻഡർ തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കുക, എലിമിനേറ്റ് ചെയ്ത് കളയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, അതായത് സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക മേഖലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ പെർ ക്യാപിറ്റ ഇൻകം ഓരോ രാജ്യത്തിനും വർദ്ധിപ്പിക്കാനും സാധിക്കും. We can undoubtedly promote more opportunity for women in the workplace. വർക്ക് പ്ലേസ് മീൻസ് ജോലിസ്ഥലം. ഒരു ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അൺഡൗട്ടഡ്ലി മീൻസ് നിസ്സംശയം, ഒരു സംശയം വേണ്ട, സ്ത്രീകൾക്ക് കൂടുതൽ അവസരം ജോലിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. അതൊക്കെ എങ്ങനെ സാധിക്കും? ബൈ ചേഞ്ചിങ് ലോസ്. നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരണം. For example, by ensuring that property and inheritance laws do not discriminate against women. അതായത് പാരമ്പര്യമായിട്ടുള്ള സ്വത്തുകളില്ലേ, അത് കൈവശം വെക്കാനുള്ള അവകാശത്തിൽ സ്ത്രീക്കും പുരുഷന്മാരും തമ്മിലുള്ള ഒരു വിവേചനവും പാടില്ല. സ്ത്രീക്കും, അതായത് ഒരു കുടുംബത്തിൻ്റെ സ്വത്ത് ആൺമക്കൾക്കും പെൺമക്കൾക്കും ഒരേ രീതിയിൽ തുല്യമായി വീതിച്ച് നൽകുക. അതായത് കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടി വീതിക്കുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് കൂടുതൽ പ്രോപ്പർട്ടി കൊടുക്കുക, പെൺകുട്ടികൾക്ക് കുറഞ്ഞ വീതം കൊടുക്കുക, അങ്ങനെയില്ലാതെ രണ്ട് മക്കൾക്കും തുല്യമായി വീതിച്ച് നൽകുക, അങ്ങനെയുള്ളൊരു നിയമം വരിക. ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. സ്ത്രീകളുടെ വിദ്യാഭ്യാസം അതുപോലെ അവരുടെ ആരോഗ്യം ഇതിനെ എൻകറേജ് ചെയ്യുന്ന, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ പോളിസീസ് ഗവൺമെൻറ് കൊണ്ടുവരണം. അങ്ങനെയുള്ള നിയമങ്ങളിലൂടെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ ജോലിയിൽ അവസരം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല, we need to provide greater access to credit so that women can achieve greater economic independence. സ്ത്രീകൾക്ക് എക്കണോമിക് ഇൻഡിപെൻഡൻസ്, അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടുതൽ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള വായ്പകൾ, അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാനോ ഓൺട്രപ്രണർഷിപ്പ് നേടാനോ ഒക്കെയുള്ള സാമ്പത്തിക സഹായം കൂടി നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ലേണിങ്ങും ലേബറുമാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കീ ഫാക്ടേഴ്സ്. Look at the next paragraph. The third L is leadership that enables women to rise and fulfill their innate abilities and talent. മൂന്നാമത്തെ L, according to Christine Lagarde, is leadership. നേതൃത്വം വഹിക്കാനുള്ളൊരു അവസരം സ്ത്രീകൾക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിലുള്ള innate abilities, innate means ജന്മനാ ഉള്ള കഴിവുകൾ, അത് പുറത്തു കൊണ്ടുവരാനും അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള അവസരം അവർക്ക് കിട്ടും. ഹിയർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള, ഒന്നുകൂടെ മെച്ചപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങളും റൂംസും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ദ irony ഈസ് ദാറ്റ് വെൻ വിമൻ ലീഡ് ദേ ടെൻഡ് ടു ഡു ആസ് ഗുഡ് ആസ് ജോബ് ആസ് അതേഴ്സ് ഇഫ് നോട്ട് എ ബെറ്റർ ജോബ്. ഇവിടെ പറയുകയാണ്, ഇവിടെ വിരോധാഭാസം, ഐറണി മീൻസ് വിരോധാഭാസം, അതായത് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഒന്നാണ് പക്ഷെ അതിൻ്റെ അർത്ഥം വേറൊന്നാണെന്നുള്ള രീതിയിലാണ് ഐറണി. ഇവിടെ സ്ത്രീകൾക്ക് ഏതൊരു ജോബ് കൊടുത്താലും അവരത് മറ്റുള്ളവരെ പോലെ തന്നെ മറ്റുള്ളവർ എങ്ങനെ ചെയ്യുന്നു അത്ര തന്നെ ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും. ഇഫ് നോട്ട് എ ബെറ്റർ ജോബ്, അതൊരു നല്ല ജോലി അല്ലെങ്കിൽ they are more likely to make decisions based on consensus building, inclusion, compassion and with a focus on long-term sustainability. സ്ത്രീകൾ ഒരു കാര്യത്തിൽ, അതായത് ആസ് എ ലീഡർ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ, കൺസെൻസസ് ബിൽഡിംഗ് മീൻസ് എന്താണ്? എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ്, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് തീരുമാനം എടുക്കുക? ബൈ ഇൻക്ലൂഷൻ, എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിച്ചുകൊണ്ട്, കമ്പാഷൻ, എല്ലാവരോടും വളരെയധികം സ്നേഹം പ്രകടിപ്പിച്ച് ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും പരിഗണന കൊടുത്ത്, ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, അതായത് എക്കാലവും നിലനിന്ന് പോകുന്ന, പെട്ടെന്ന് മാറ്റി തീരുമാനം മാറ്റുന്നതല്ല, ഒരു തീരുമാനമെടുക്കുമ്പോൾ ആലോചിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളിച്ച് എല്ലാവരോടും കമ്പാഷൻ കാണിച്ചുകൊണ്ട് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, ഒരുപാട് കാലം ആ ഒരു തീരുമാനം നീണ്ടു നിൽക്കണം, നിലനിന്ന് പോകണം എന്നുള്ള അർത്ഥത്തിലാണ് ഒരു സ്ത്രീ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ഉണ്ടാക്കുക. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വിമൻ സംടൈം ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്. അതായത് ക്രിസ്റ്റീൻ ലഗാർഡ് ഇവിടെ ഒരു സത്യാവസ്ഥ പറയുകയാണ്, സ്ത്രീകൾ ചില സമയത്ത് അവരുടെ ആ ഒരു മുന്നിലുള്ള ചാലഞ്ച്, അവരുടെ കോമ്പിറ്റൻസ്, അതിനെ മറികടക്കാനുള്ളൊരു കോൺഫിഡൻസ് ചില സമയത്ത് സ്ത്രീകൾക്ക് ഒരു കുറവുണ്ടാവാറുണ്ട്. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ്.
ആ ഒരു മൈൻഡ് സെറ്റ് സ്ത്രീകൾ മാറ്റാൻ ശ്രമിക്കണം. എന്തെങ്കിലും ഒരു പ്രതിസന്ധി മുന്നിൽ വരുമ്പോൾ, എന്തെങ്കിലും ഒരു കോമ്പീറ്റൻസ് മുന്നിൽ വരുമ്പോൾ അതെന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് കുറവ് അത് വരാൻ പാടില്ല. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റണം. ആൻഡ് റീസെറ്റ് ദ നെറേറ്റീവ് ഇൻ ദിയർ ഫേവർ. ബാക്കിയുള്ളവർ ഇത്ര കാലം പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു തെറ്റിദ്ധാരണ അത് നമ്മൾ മാറ്റിയെടുക്കണം. നമുക്ക് ഫേവർ ആവുന്ന രീതിയിൽ, നമുക്ക് അനുകൂലമായ രീതിയിൽ ബാക്കിയുള്ളവരെ കൊണ്ട് നമ്മൾ അഭിപ്രായം പറയിക്കണം. അതായത് സ്ത്രീകൾക്ക് ചില കാര്യങ്ങളിൽ കോൺഫിഡൻസ് കുറവാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കണം. നമ്മളത് മാറ്റിയെടുക്കണം. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്. ആ ഡെയർ ദ ഡിഫറൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അത് പല തവണ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ച ഭാഗമാണ്. ഈ ഒരു പാരഗ്രാഫ് മുഴുവനും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്ത്രീകൾ റെഡി ആവണം. എന്തിന്? ടു ഡെയർ ദ ഡിഫറൻസ്. ഡെയർ മീൻസ് എന്താണ്? ചങ്കൂറ്റം, ധൈര്യം അല്ലേ? അതായത് സ്ത്രീകൾക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ റിസ്ക്കും ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ. സ്റ്റെപ്പ് ഔട്ട്സൈഡ്, പുറത്തേക്ക് വരണം സ്ത്രീകൾ. ആൻഡ് ടേക്ക് ദ റിസ്ക്, മുന്നിൽ വരുന്ന ഓരോ റിസ്ക്കും ധൈര്യപൂർവ്വം ചങ്കൂറ്റത്തോടു കൂടി നേരിടണം. ഓക്കെ. ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ. സ്ത്രീകൾക്ക് എപ്പോഴും ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ഒന്ന് വീടാണ്, രണ്ടാമത് കിച്ചണാണ് അല്ലേ? സ്വന്തം അടുക്കള അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു നേച്ചറുണ്ട് സ്ത്രീകൾക്ക്. ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം, നമ്മൾ പുറത്തേക്ക് വരണം. സോ വിമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട് ദ കംഫർട്ട് സോൺ. അങ്ങനെയൊക്കെ പറഞ്ഞ് എസ്സേക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയൊരു പോയിൻ്റാണ് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. അതായത് പണ്ട് കേരളത്തിൻ്റെ നവോത്ഥാനം, കേരളത്തിലെ വളരെ മോശമായൊരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടം. സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു വലിയ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വിമൻ ഷുഡ് കം ഔട്ട്സൈഡ് ഫ്രം ദെയർ കംഫർട്ട് സോൺ. ആ ഒരു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്മൾ എത്തണം. ഓക്കെ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ നോട്ടിൽ PDF വ്യക്തമായിട്ട് ഉണ്ടാവും കേട്ടോ. Nonetheless, even those with the drive to succeed continue face barriers. Whether we are talking about providing primary education for girls in a village or executive position for women in business. Nonetheless, ഇതൊന്നും മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കാനുണ്ട്. ഈവൻ ദോസ് വിത്ത് ദ ഡ്രൈവ് ടു സക്സീഡ് കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്. അതായത് മുന്നോട്ട് ഞാൻ പോകും, എനിക്ക് സക്സീഡ് ചെയ്യണം, എനിക്ക് ജയിക്കണം എന്നുള്ള ഒരു ഡ്രൈവ്, ഒരു മോട്ടിവേഷൻ ഉള്ളിലുള്ള ആൾക്കാർക്ക് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ മുന്നിൽ ബാരിയേഴ്സ്, തടസ്സങ്ങളുണ്ടാകും. അവർക്ക് തടസ്സം ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ. വെറുതെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, നമ്മളൊന്നും ഫേസ് ചെയ്യേണ്ട. ബട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ, സക്സസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബാരിയേഴ്സ്, ഒരുപാട് തടസ്സങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്, അതായത് പെൺകുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിന് തടസ്സമുണ്ടാകും. ഈവൻ ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിൽ, ഒരു ബിസിനസ്സിൽ ഒരു സ്ത്രീ ഇരിക്കുകയാണെങ്കിൽ അതിനും. ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്, കുട്ടിക്കാലം മുതൽക്ക് പക്വത എത്തുന്നത് വരെയും ഒരു സ്ത്രീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബാരിയേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരും. അത് സക്സീഡ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രം. അല്ലാതെ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല. ബട്ട് വിമൻ ഷുഡ് കം ഔട്ട്സൈഡ് ഫ്രം ദ കംഫർട്ട് സോൺ എന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് ഇവിടെ പറയുന്നത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ഭാഗമാണ് സ്പീച്ചിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് കോണ്ടൻറ്റ് അല്ലെങ്കിൽ ബോഡി പാർട്ട്. എന്താണോ ക്രിസ്റ്റീൻ ലഗാർഡ് പറയാൻ ഉദ്ദേശിച്ച പോയിൻറ്റ്സ് അതാണ് ഇവിടെ സംസാരിച്ചത്. ഇനി പറയാൻ പോകുന്നത് ഒരു സ്പീച്ചിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്, അതായത് കൺക്ലൂഷൻ. It is time to create a world where all women can meet their potential without impediments or prejudice, and the world will reap the benefits. The 3 L's will help us get there. If we dare the difference will deliver. Thank you very much. ഇത് കൺക്ലൂഷനാണ്. ഇവിടെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ്, ഒരു പുതിയ ലോകം പടുത്തുയർത്താൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സമയമായിട്ടുണ്ട്. വെർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദിയർ പൊട്ടൻഷ്യൽ വിതൗട്ട് ഇംപെഡിമെൻറ്റ്. ഒരു രീതിയിലുള്ള തടസ്സമില്ലാതെ, ഒരു രീതിയിലുള്ള പ്രിജുഡൈസ് ഇല്ലാതെ ഒരു സ്ത്രീക്ക് സ്വന്തം കഴിവിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകം, ആ ലോകം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സമയമായിട്ടുണ്ട്. ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനഫിറ്റ്. അങ്ങനെ ഒരു അവസരം സ്ത്രീകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ്, അതിൻ്റെ ഉപയോഗം ഈ ലോകം അറിയും. സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്തോറും ലോകത്തിന് അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ് നേടിയെടുക്കാൻ കഴിയും. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. നമ്മൾ മുന്നിൽ വരുന്ന ഓരോ ഡിഫറൻസിനെയും, ഓരോ വ്യത്യസ്തമായ കാര്യത്തിനെയും ധൈര്യപൂർവ്വം ചങ്കൂറ്റത്തോടുകൂടി നേരിടാൻ തയ്യാറാണെങ്കിൽ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. ആ ഓരോ വ്യത്യസ്ത കാര്യങ്ങളും നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് നേടിത്തരും, അത് ഡെലിവർ ചെയ്യും. താങ്ക് യു വെരി മച്ച്.
സോ ഓഡിയൻസിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ഈ സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. സോ ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ സ്ട്രക്ചർ ഓഫ് ദ സ്പീച്ച്? ഇൻട്രൊഡക്ടറി പാർട്ട് ഉണ്ടാകും, രണ്ടാമതൊരു കോണ്ടൻറ്റ് അല്ലെങ്കിൽ മെയിൻ ബോഡി പാർട്ട്, അവിടെയാണ് നമ്മൾ ഈ സ്പീച്ചിൻ്റെ എല്ലാ മെയിൻ പോയിൻറ്റ്സും ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ടത്. ലാസ്റ്റിൽ മൂന്നാമത്തെ പാർട്ടിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാകും. ഓക്കെ, അത് മാർക്സിനനുസരിച്ചാണ് നമ്മൾ പാരഗ്രാഫായിട്ട് തിരിക്കുന്നത്. കുറഞ്ഞ മാർക്കിനാണെങ്കിൽ ഒരു 4 മാർക്കിനൊക്കെ ആണെങ്കിൽ നമുക്ക് 3 പാരഗ്രാഫായിട്ട് എഴുതാം. അതിൽ കൂടുതലുള്ള മാർക്സിനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾക്ക് 5 പാരഗ്രാഫ് വരെ എഴുതാം. അതായത് നടുവിലുള്ള കോണ്ടൻറ്റ് ആ രണ്ടാമത്തെ പാർട്ട് നമ്മൾക്ക് 2 ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അത് സ്പീച്ചിൻ്റെ ഫോർമാറ്റ് പഠിപ്പിക്കുന്ന സമയത്ത് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തരാം. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്നും ഇഷ്ടപ്പെട്ടെന്നും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഞാൻ അതിനകത്ത് റിപ്ലൈ തരാം. സോ ഈ ചാപ്റ്ററിൻ്റെ PDF നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ സ്ഥാപനമായ ടൈക്ക് ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ PDF ഒരു ട്രയൽ എന്നോണം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ടാകും, അതിൽ ചെക്ക് ചെയ്ത് നോക്കുക. ടൈക്ക് ഇംഗ്ലീഷ് അക്കാഡമിയിൽ +1 +2 ഇംഗ്ലീഷിൻ്റെ ട്യൂഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ക്ലാസ്സും അതുപോലെ PDF നോട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്തോളൂ കേട്ടോ. നിങ്ങൾ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്, ഓരോരുത്തർക്ക് പഠിക്കാനുള്ള നോട്ട്സും അപ്പോൾ വ്യത്യസ്തമായിട്ട് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു ചെറിയ ടെസ്റ്റ് നടത്തി അതിൻ്റെ മാർക്കും ആൻസർ ഷീറ്റും നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നതും നോട്ട്സ് തരുന്നതും. സോ ട്യൂഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി ടൈക്കിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തോളുക. അടുത്തടുത്ത ക്ലാസ്സുകളായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് തീർക്കാം. സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.